ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തരുന്ന സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. സാഹചര്യങ്ങളുടെ സ്തോത്രം തടസ്സങ്ങൾ മുഖാന്തരം പലപ്പോഴും കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ നാട്ടിലേക്ക് കടന്നുപോയത് കൊണ്ടും എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളുള്ളതുകൊണ്ടും എല്ലാ ആഴ്ചയിലും ആരാധനയെ സംബന്ധിപ്പാൻ കഴിയുന്നില്ല. ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽസമയം ആയിരിക്കുന്ന ഹല്ലേലൂയ ഈ ചർച്ചിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെയും സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽസമയം പ്രിയ ജോർജ് ടീച്ചാനുമൊത്ത് ഇന്ന് പകൽസമയം ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കി തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കൊട്ടാരക്കര എത്തിക്കണമെങ്കിൽ രഘുബോത്ത് ചർച്ചിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കുന്നു. പ്രിയപ്പെട്ടവനുമായി ഇന്ന് പകൽസമയം ഈ പട്ടണത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഇടയാക്കി തന്ന സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ പ്രധാനമായി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുവാനായി ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. രണ്ടാമതായി നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നത് ദൈവം അവിശ്വാസത്തെ ശാസിക്കുന്നു. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം നമ്മൾ പ്രധാനമായി പഠിക്കുമ്പോൾ 95 മുതൽ 100 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണ് 95 മുതൽ 100 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനത്തെ നമുക്ക് പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുവാനായിട്ട് സാധിക്കുന്നത്. 1 മുതൽ ഇതിൻ്റെ നടുവിൽ ഏറ്റവും കീ വാക്യം അല്ലെങ്കിൽ താക്കോൽ വാക്യം എന്ന് പറയുന്നത് ഇതിൻ്റെ 6ാമത്തെ വാക്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പുറകോട്ടുള്ള 5 വാക്യങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവജനത്തെ സ്തോത്രം ഉത്ബോധിപ്പിക്കുമ്പോൾ സ്തോത്രം മുൻപോട്ടുള്ള 5 വാക്യങ്ങൾ ദൈവജനത്തിൻ്റെ അവിശ്വാസത്തെ ശാസിക്കുന്ന ഭേദഭാഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തികച്ചും ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് വളരെ പരിചിതമുള്ള ഒരു സങ്കീർത്തനമാണ്. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ കേൾക്കാറുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സങ്കീർത്തനം ആര് എഴുതിയെന്ന് ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നാം പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദാവീദാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദാവീദ് ഈ സങ്കീർത്തനം ഹല്ലേലൂയ രചിക്കുമ്പോൾ സ്തോത്രം തൻ്റെ അവസ്ഥയും താൻ ആരാണെന്നും തൻ്റെ മനോഭാവം എന്താണെന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതാ പകൽ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമ്മളെ സ്തോത്രം ആക്കിയിരിക്കുന്ന പദവികളും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന നിലവാരങ്ങളും എന്തു തന്നെ ആയിരുന്നാലും സ്തോത്രം ഹല്ലേലൂയ നാം ഇന്ന് പകൽ സമയം ഇവിടെ കടന്നു വന്നത് തികച്ചും ആരാധനയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം, വളരെ ശക്തമായ ആരാധന, ഏതാണ്ട് 45 മിനിറ്റ് ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ സമയം ഇടയാക്കിയ സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ അതിൻ്റെ 6ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. സ്തോത്രം, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് 6ാം വാക്യമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ ദാവീദാണ് ജനത്തെ ആഹ്വാനം ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഹല്ലേലൂയ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴും ഹല്ലേലൂയ ഭക്തനായ പ്രവാചകനായ ദാവീദ് തൻ്റെ ജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്നും അകന്നു പോകരുത് എന്ന് സ്തോത്രം ഇവിടെ ഹല്ലേലൂയ താൻ പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ സാഹചര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ദൈവജനം
ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാചകനായ ദാവീദ് ജനത്തെ പ്രബോധിപ്പിക്കുന്നതാണ് സ്തോത്രം ഹല്ലേലൂയ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാവീദ് എപ്പോഴും ഹല്ലേലൂയ ദൈവത്തോട് ബന്ധമുള്ളവനും ദൈവത്തെ ആരാധിക്കുന്നതിൽ വളരെ തൽപരനുമായ ഒരു വ്യക്തിയായിരുന്നു എന്ന് തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം സ്തോത്രം 2 ശമൂവേൽ 22 അധ്യായത്തിലും 23 അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിലും ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളുടെ അന്തസത്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. തന്റെ രാജവസ്ത്രങ്ങൾ മാറ്റിവെച്ച് പഞ്ഞുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പെട്ടകത്തിന് മുൻപ് നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ദാവീദ് തന്റെ ഭാര്യ തന്നെ പരിഹസിക്കുകയാണ്, നീ രാജാവായിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഹല്ലേലൂയ ഒരു സാധാരണ മനുഷ്യനെ പോലെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന്. ഇന്ന് പകൽസമയം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്നതിൽ നാം ഒരിക്കലും ലജ്ജിക്കുന്നവരായി തീരരുത്. സ്തോത്രം ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് സ്വയം ആരാധിക്കുകയും സ്തോത്രം മറ്റുള്ളവരെ ആരാധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഹല്ലേലൂയ. 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 ആമേൻ. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് തിരുവചനത്തിൽ നമുക്ക് പാറ എന്ന വിഷയത്തെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് സ്തോത്രം ഹല്ലേലൂയ വിളിച്ചു പറയുന്നത് നമ്മുടെ പാറയ്ക്ക് ആർപ്പിടുക. സ്തോത്രം. പഴയ നിയമം പഠിച്ചാൽ പാറ ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ സമയം ഹല്ലേലൂയ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ഹല്ലേലൂയ മൂലകാരണം കർത്താവാണ്. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ അവനെ ആരാധിക്കുന്നതിൽ നാം ഒട്ടും മടുപ്പ് കാണിക്കരുതെന്ന് സ്തോത്രം പിന്നെയും ആവർത്തിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനം ലോകത്തിന്റെ ഏത് കോണിൽ മുട്ടുമടക്കിയാലും അത് നദിക്കരയാകട്ടെ, ചെറിയൊരു റൂമാകട്ടെ, വലിയൊരു ഓഡിറ്റോറിയം ആകട്ടെ, ഹല്ലേലൂയ, എവിടെ ദൈവത്തിന്റെ നാമത്തിൽ ദൈവജനം മുട്ടുമടക്കിയാൽ അവരുടെ നടുവിൽ ഹല്ലേലൂയ തിരുവചനം പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഹല്ലേലൂയ ആരുണ്ട്? നമ്മുടെ കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ആരാധന സ്വീകരിക്കുവാനായി നമ്മുടെ നടുവിൽ കടന്നു വരുമ്പോൾ സ്തോത്രം ദാവീദ് ഇവിടെ പറയുകയാണ് സ്തോത്രം നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ദാവീദാണ് പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കരകയറ്റി അവൻ എന്നെ പാറമേൽ നിർത്തി. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ലോകത്തിൽ ആരും നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ, സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ധനം കൊണ്ടോ നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ പാപത്തിന് പരിഹാരം ലഭിക്കാതിരുന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാണ് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ലോക ഏറ്റവും വലിയ അനുഗ്രഹം സ്തോത്രം ഹല്ലേലൂയ പാപക്ഷമയാണ്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഏകമാർഗമേ ഉള്ളൂ. ഹല്ലേലൂയ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകമാർഗമാണ് ഹല്ലേലൂയ. അവനാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവനാണ് പാറ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സ്തോത്രം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ.
ഇവിടെ ഘോഷിക്കുക എന്ന് പറയുമ്പോൾ സ്തോത്രം നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കും, നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ജോയ്ഫുൾ, ഹല്ലേലൂയ, വലിയ സന്തോഷത്തോടെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നിങ്ങൾ ഷൗട്ട് ചെയ്ത് ദൈവത്തെ ആരാധിക്കണം, ഹല്ലേലൂയ. അവൻ ദൈവത്തെ ആരാധിക്കുന്നതിൽ, ഹല്ലേലൂയ, ആരും നമ്മെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൈ ഉയർത്ത, നിങ്ങൾ സ്തോത്രം ചെയ്യുക. അമേ സ്തോത്രം, നിങ്ങൾ ഒന്നുകൂടെ ഏറ്റുപാടാമോ? ഹല്ലേലൂയ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി അമേ സ്തോത്രം ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കണമെന്നാണ് അവൻ എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഹല്ലേലൂയ. അവൻ ഏകാഗ്ര ഹൃദയത്തോടെ, അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന അവൻ ദൈവജനത്തിന്, ഹല്ലേലൂയ, അവൻ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, ആരുടെയും പ്രേരണ വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, ഹല്ലേലൂയ, അവൻ പാടുവാൻ അവരുടെ ഹൃദയത്തിൽ പാട്ടുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്ര വിടുതലുകളാ പ്രിയപ്പെട്ടവരെ അവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് പറയുവാൻ കഴിയും, ആമേൻ സ്തോത്രം, ദാവീദ് പാടിയതുപോലെ അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്, ഹല്ലേലൂയ, അവൻ ഞാൻ നിങ്ങളോട് വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, അവൻ സ്തോത്രം സ്വയം ആരാധിക്കുന്നവരായിരിക്കണം. രണ്ട്, മറ്റുള്ളവരെ കൂടി ആരാധനയ്ക്ക് ക്ഷണിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത്? ഓക്കെ, 3-ാം വാക്യം. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത്, ആമേൻ സ്തോത്രം, ഒന്ന്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ ആരാധിക്കുന്നത് കണ്ട് നമ്മുടെ അടുത്തിരിക്കുന്നവരും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളും അവനുമായിട്ടിരുന്നാൽ നമ്മുടെ സ്തുതിയും നമ്മുടെ സ്തോത്രവും കണ്ടാൽ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് കൂടെ, ഹല്ലേലൂയ, ആമേൻ, ഒരു മടുപ്പ് തോന്നും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആമേൻ സ്തോത്രം, തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അവൻ മറ്റുള്ളവരോട് വർണ്ണിക്കുവാൻ, അവൻ മറ്റുള്ളവരുടെ മുൻപിൽ, ഹല്ലേലൂയ, അവൻ നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, അവൻ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും മടിയുള്ളവരായി തീരരുത്. അവൻ സ്തോത്രം, ദൈവത്തെക്കുറിച്ച് പറയുവാൻ എപ്പോഴും അവൻ നമ്മൾക്ക് ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, വരുവീൻ, ആമേൻ സ്തോത്രം, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സ്തോത്രം, ഹല്ലേലൂയ. അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ സ്തുതിക്കുന്നത്, അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ സ്തുതിക്ക് യോഗ്യനായ കർത്താവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. അവൻ ദാവീദ്, അവൻ എന്താണ്? ദാവീദ് ആരാണ്? ദാവീദ് രാജാവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു രാജാവ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ കർത്താവ് ആരാണ്? അവൻ 3-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ്, സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ളവനാണ്. സകലതും അവന്റെ സൃഷ്ടിയാണ്, സകലതും അവൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ആരാധനയ്ക്ക് യോഗ്യനായത്. 2-ാം വാക്യത്തിൽ പറയുന്നു, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് അവൻ ദൈവത്തിന് കൊടുക്കുക. സ്തോത്രം. ആരാധന എന്താണ്? ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ആരാധനകൾ പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യം ലഭിക്കുന്നുണ്ടോ എന്ന് അവൻ സ്തോത്രം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ശരിക്കും പറയുകയാണെങ്കിൽ, ആമേൻ സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ ആത്മനിറവിൽ, ഹല്ലേലൂയ, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത്, ഹല്ലേലൂയ, കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ളൊരു സാഹചര്യം അവൻ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അവൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ വളരെ ആവലാധിയോടെ, അവൻ സ്തോത്രം, ദൈവം ചെയ്ത വിടുതലുകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് അവൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവാലയത്തിൽ വന്ന്, അവൻ സ്തോത്രം, ദൈവത്തിന് നന്ദി
നന്ദി കരയേറ്റുവാനുള്ള ഇടമാണ് ദൈവാലയം. എന്നാൽ അവയെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ അവൻ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നുണ്ടോ എന്ന് അവൻ സ്തോത്രം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ അവൻ ആമേൻ ദൈവാലയം എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തിൻ്റെ നന്മകളും ദൈവത്തിൻ്റെ ഉപകാരങ്ങളും ദൈവം ചെയ്ത വിടുതലുകളും ഹല്ലേലൂയ പ്രസ്താവിക്കുവാൻ വേണ്ടിയുള്ളതാണ് ദൈവിക ആരാധന. സ്തോത്രം ഹല്ലേലൂയ. അവൻ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നത് ഇങ്ങനെയാണ്: സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. സ്തോത്രം ഹല്ലേലൂയ. ദാവീദ് അവയെ സ്തോത്രം ഏതാണ്ട് 79 സങ്കീർത്തനങ്ങളോളം തൻ്റെ ജീവിതത്തിൽ താൻ എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അവയെ സ്തോത്രം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും എഴുതുന്ന പാട്ടുകൾ, നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ എഴുതി ഉണ്ടാക്കുന്ന പാട്ടുകൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിലാണ്. സ്തോത്രം ഹല്ലേലൂയ. പഴയ കാലങ്ങളിൽ ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കഷ്ടതയുടെ നടുവിലൂടെ അവർ കടന്നുപോയപ്പോൾ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ അവർ കടന്നുപോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഭവങ്ങളാണ് പാട്ടുകളായി പരിണമിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് എന്തുണ്ടായിരിക്കണം? സ്തോത്രം ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ ഉണ്ടാകണം, കീർത്തനങ്ങൾ ഉണ്ടാകണം. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാം വാക്യത്തിൽ പറയുന്നു, യഹോവ ദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ രാജാവാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. നാലാം വാക്യത്തിൽ സ്തോത്രം അധോഭാഗങ്ങൾ അവന്റെ ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിൽ ആകുന്നു. സ്തോത്രം ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സ്തോത്രം. അത് ഒരു സ്ഥലത്ത് കൂടി. സ്തോത്രം ഹല്ലേലൂയ. ഉണങ്ങിയ സ്ഥലത്തിന് ദൈവം ഭൂമിയെന്നും കൂടിയ ജലത്തിന് ദൈവം സമുദ്രമെന്നും പേരിട്ടു. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു ചെറിയ എന്തോ ഒരു സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. കടലിനെ കുറിച്ച് ആഴമായി പഠിക്കുവാൻ തുടങ്ങിയാൽ, കടലിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ സ്തോത്രം ഹല്ലേലൂയ അത് എത്ര വലിയ അത്ഭുതകരമായ വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമുദ്രത്തിന്റെ അധോഭാഗങ്ങളിൽ മനുഷ്യൻ ചെന്നെത്തിയാലും സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് മനുഷ്യൻ എന്തെല്ലാം നേടിയെടുത്താലും സ്തോത്രം ഒരു കാര്യം വ്യക്തമാണ്. ഹല്ലേലൂയ. ഇതുണ്ടാക്കിയ ഒരു സമുദ്രത്തിന്റെ ഉടയവനുണ്ട്. ആകാശത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. സമുദ്രത്തിന്റെ ആഴത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇറങ്ങിച്ചെന്നാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഹല്ലേലൂയ പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഹല്ലേലൂയ മനുഷ്യന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഇടത്ത്, മനുഷ്യന് ഇറങ്ങി ചെല്ലുവാൻ കഴിയാത്ത ഇടത്ത്, മനുഷ്യന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഇടത്ത് ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം ഇറങ്ങി ചെല്ലുന്ന സ്തോത്രം ഹല്ലേലൂയ സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ സ്തോത്രം അവനെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ പർവ്വതങ്ങളിൽ കയറിക്കൂടി ഹല്ലേലൂയ വലിയ വിലയേറിയ സമ്പത്തുകൾ നേടിയെടുക്കുന്നു. മനുഷ്യൻ പറയുന്നത് ഞങ്ങളുടെ കണ്ടുപിടുത്തമാണ്, എൻ്റെ നേട്ടങ്ങളാണെന്ന് മനുഷ്യൻ പറയുമ്പോൾ സ്തോത്രം ഒരു കാര്യം വ്യക്തമാണ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ സീമയ്ക്കപ്പുറത്ത്, ദൈവത്തിൻ്റെ പരിമിതിക്കപ്പുറത്ത്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം നിയന്ത്രണ പരിധിക്കപ്പുറത്തേക്ക് പോകുവാൻ ഒരിക്കലും മനുഷ്യന് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഞ്ചാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. പ്രൈസ് ദി ലോർഡ്. സമുദ്രം അവനുള്ളത്, സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു, കരയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ഈ 5 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ദാവീദ് തൻ്റെ ജീവിതത്തിൽ സ്തോത്രം എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒന്ന് ആരാധനയ്ക്ക് യോഗ്യനായവനാണ്. സ്തോത്രം ഹല്ലേലൂയ. 2 അവൻ സ്തോത്രം സകല സൃഷ്ടിയുടെയും
ഉടയവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, ഹല്ലേലൂയ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ സകല ദേവന്മാർക്ക് മീതെ അഭയസ്തോത്രം മഹാരാജാവ് തന്നെ. ഹല്ലേലൂയ. അവന്റെ അഭയസ്തോത്രം അധികാരത്തിനു മുകളിൽ യാതൊന്നും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ പ്രവർത്തന പരിധിക്ക് മീതെ യാതൊന്നും ഇല്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, അവനാണ് ആരാധനയ്ക്ക് യോഗ്യനായവൻ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നമ്മൾ 7-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദാവീദ് ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പൂർണ്ണ നിയന്ത്രണം ദൈവത്തിന്റെ കൈകളിലാണ് പ്രിയപ്പെട്ടവര്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, സ്തോത്രം, എൻ്റെ സാമർഥ്യം, ഹല്ലേലൂയ, എൻ്റെ അറിവ്, എൻ്റെ പരിജ്ഞാനം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ജീവിതം, ഹല്ലേലൂയ, നിന്റെ ഓരോ ചുവടും സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പലപ്പോഴും നമ്മൾ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ, പലപ്പോഴും നമ്മൾ പ്രയാസങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, രക്ഷപ്പെടുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരം ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവനാലാണ് നാം നിയന്ത്രിക്കപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തോട് ചേർന്നിരുന്ന് സംസാരിക്കുന്ന, ദൈവത്തോട്, ഹല്ലേലൂയ, അടുപ്പമുള്ളൊരു ദൈവത്തിൻ്റെ പൈതൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, എല്ലാ സാഹചര്യങ്ങളിലും, ഹല്ലേലൂയ, അവനെ വഴി നടത്തുന്നത് സ്തോത്രം, ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, അവൻ, ഹല്ലേലൂയ, നാമോ അവൻ മേയ്ക്കുന്ന ജനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മുഴു ഉത്തരവാദിത്വവും ദൈവത്തിന്റെ കൈകളിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 8-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ആമേൻ, മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ഈ സങ്കീർത്തനം രചിക്കുവാനുള്ള പശ്ചാത്തലം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. സ്തോത്രം, നമ്മൾക്ക് ആരാധന, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വലിയ സന്തോഷമാണ്. രോഗസൗഖ്യമുണ്ടെങ്കിൽ സന്തോഷമാണ്. നല്ല ജോലി ലഭിക്കുന്നെങ്കിൽ സന്തോഷമാണ്. ആത്മീക വിടുതലുകൾ ലഭിക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഹല്ലേലൂയ, ദൈവം നമ്മളെ എപ്പോഴും പരിശോധിക്കുന്ന ദൈവമാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുമോ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് സ്തോത്രം, ഒരു അമ്മയോട് ഒരു കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് കൊടുക്കും, അല്ലേ? കൊടുക്കത്തില്ലേ? കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കൊടുക്കും. സ്തോത്രം. എന്നാൽ കുറച്ചുകൂടെ മുതിർന്നിട്ട് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ലഭിക്കുമോ? ഇതുപോലെയാണ് ദൈവവും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ പെട്ടെന്ന് നമുക്ക് ലഭിച്ചെന്ന് വരും. എന്നാൽ ചില വിഷയങ്ങളുടെ മുഖത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, 10 ബാധകൾ നടത്തി ഫറവോന്റെ കൈകളിൽ നിന്നും അത്ഭുതകരമായി വിടുവിച്ചു കൊണ്ടുവന്ന ഒരു ജനമാണ് ഇസ്രായേൽ ജനം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ അത്ഭുതം കണ്ടൊരു ജനമില്ല, ഇതുപോലെ ദൈവ വിടുതൽ കണ്ടൊരു ജനമില്ല. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, അവർ, ഹല്ലേലൂയ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ചെങ്കടൽ വിഭാഗിച്ച് ഇപ്പുറം വരിക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 6 ലക്ഷത്തിൽ പരം സൈന്യത്തെ, ഫറവോന് സൈന്യത്തെ ചെങ്കടൽ മുക്കിക്കൊന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കണ്ട ജനം സ്തോത്രം, ചെങ്കടൽ കടന്ന് ഇപ്പുറത്ത് വന്ന് 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് സ്തോത്രം ദൈവത്തെ പാടി ആരാധിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. 16-ഉം 17-ഉം അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനം, ഹല്ലേലൂയ, ദൈവത്തോട് പിറുപിറുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവത്തിന് ആ ജനത്തോടുള്ള നീരസം വെളിപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ പല പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, നാം കഠിന രോഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോൾ, അവിടെയും വിശ്വാസം കുറയാതെ ദൈവത്തെ ആരാധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. അതാണ് ഇവിടെ ദാവീദ് എടുത്ത് ഉദ്ധരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ മരുഭൂമിയിൽ ദൈവത്തോട് പിറുപിറുത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്ടുപാടി നൃത്തം ചെയ്ത് മരുഭൂമിയിൽ വന്നപ്പോൾ 3 ദിവസം എന്തില്ല? കുടിക്കാൻ വെള്ളമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വലിയ സന്തോഷമാണ്. ദൂത് കേൾക്കുവാൻ വലിയ സന്തോഷമാണ്. ദൈവശബ്ദം കേൾക്കുവാൻ വലിയ സന്തോഷമാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ആരും ഒരു ആശ്വാസ വാക്ക് നമുക്ക് പറയുവാൻ ഇല്ലാതിരിക്കുമ്പോൾ, ഒരു ആശ്വാസ വാക്ക് നമുക്ക് ലഭിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ അവിടെയാണ് നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം കറങ്ങി നടന്നു. 3-ാം ദിവസം കുറച്ച് വെള്ളം കണ്ടു. ആ വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ എന്താ? വെള്ളം കയ്പ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാച്ചുറലി ദൈവത്തോട് പിറുപിറുക്കും. ഇതെന്തൊരു ദൈവമാണ്! ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്ന ദൈവം. ദൈവത്തോടും മോശയോടും ഹല്ലേലൂയ അവർ പിറുപിറുത്തു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെയും മുൻപോട്ട് പോയി. സ്തോത്രം. ഹല്ലേലൂയ അവർക്ക് ദൈവം എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർക്ക് 70 ഈന്തപ്പന കൊടുത്തു. 12 ഗോത്രത്തിനും കുടിക്കുവാൻ 12 നീരുറവ കൊടുത്തു. പിന്നെയും മുൻപോട്ട് പോയപ്പോൾ പിന്നെയും അവർ വെറുപിറുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്ക് ചുരുക്കിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിങ്ങൾ കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ, സ്തോത്രം. ഹല്ലേലൂയ രോഗത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ, സ്തോത്രം. ഹല്ലേലൂയ നാം ഒരിക്കലും ദൈവത്തോട് പിറുപിറുക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്താണ്? നന്മയ്ക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ രോഗം വരുത്തിയാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. നിന്റെ ജോലിയിൽ ദൈവത്തിനൊരു ഹല്ലേലൂയ പ്രയാസം വരുത്തിയാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. വിളിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയെ നാം തിരിച്ചറിയുമ്പോഴാണ് ഹല്ലേലൂയ നാം യഥാർത്ഥ ഭക്തരായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് 40 സംവത്സരം ഈ ജനത്തോട് എനിക്ക് നീരസം തോന്നി. എപ്പോഴും അനുഗ്രഹം കിട്ടുമ്പോൾ സന്തോഷം, അനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ പെരുവെറുപ്പ്. ഹല്ലേലൂയ. അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. മുന്തിരിയിൽ സ്തോത്രം ഫലമില്ലെങ്കിലും, ഗോശാലകളിൽ കന്നുകാലികളില്ലെങ്കിലും, സ്തോത്രം നാം എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ദൈവത്തോടുള്ള ആ ബന്ധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നെങ്കിൽ, ദൈവം നമ്മളെ പ്രതികൂലങ്ങളിലൂടെ കടത്തിവിടുന്നെങ്കിൽ, പ്രയാസങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നെങ്കിൽ, ഹല്ലേലൂയ ദൈവം വിദൂരമത്തിലല്ല. അവൻ നിന്റെ സാമീപ്യേ ഉണ്ട്. ഹല്ലേലൂയ. നീ എന്ത് പറയും, നീ എന്ത് ചെയ്യും, സ്തോത്രം, നീ എന്ത് ചിന്തിക്കുമെന്ന് കാണുവാൻ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്തോത്രം നല്ല കാലത്ത് മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, നന്മയുടെ ഘട്ടങ്ങളിൽ മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ അവിടെ വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുന്ന ഭക്തനാണ് യഥാർത്ഥ ഭക്തൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പകൽസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് മനസ്സിലാക്കി സ്തോത്രം കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരട്ടെ. ആധുനിക കാലഘട്ടങ്ങളിൽ ദൈവസഭയെ പഠിപ്പിക്കുന്ന ചരിത്രമുണ്ട്. ദൈവത്തെ വന്ന് യേശുവെ അപ്പ എന്ന് വിളിച്ചാൽ സകല അനുഗ്രഹവും കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സ്തോത്രം ഒരു കാലഘട്ടത്തിൽ ദൈവജനം തിരിച്ചറിയേണ്ടത് ഇത് കഷ്ടതയുടെ വേലയാണ്, ഇത്
കണ്ണുനീരിൻ്റെ വേലയാണ്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, അവൻ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അവൻ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന സ്തോത്രം എല്ലാ കാര്യങ്ങളും ഹല്ലേലൂയ അവൻ്റെ ഉപദേശങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ കഷ്ടതയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ അവൻ നാം കഷ്ടതകളിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരുമെങ്കിൽ, അവൻ കഷ്ടതകളിൽ സ്തോത്രം നാം ദൈവത്തോട് പറ്റി നിൽക്കുന്നവരായി തീരുമെങ്കിൽ ഹല്ലേലൂയ അവൻ നമ്മുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അവൻ നാം ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരിക്കലും കുറവ് വരത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം നിങ്ങൾക്ക് സമയം ലഭിക്കുമെങ്കിൽ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം ആ അധ്യായം നിങ്ങളൊന്ന് നന്നായി മനസ്സിലിരുത്തി വായിക്കണം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം എത്രത്തോളം അടുത്തിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അനുഭവ സമ്പത്താണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഹല്ലേലൂയ. അനുഭവമില്ലാത്തവൻ ദൈവസന്നിധിയിൽ ഒന്നുമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ നീ വിശ്വാസം വർദ്ധിപ്പിക്കണം. ദൈവത്തിൻ്റെ കരം കാണുമ്പോഴാണ്, ദൈവത്തിൻ്റെ വിടുതൽ കാണുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് അടുപ്പമുണ്ടാകുന്നത്. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ രുചിച്ചറിയുവാൻ ഈ കാലങ്ങളിൽ നമുക്ക് ഇടയായി തീരട്ടെ. വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാത്തവരായി ഈ അന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ, ദൈവത്തിന് വേണ്ടി ശക്തിയോടെ പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.